അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോൾ ഗൂലുമാൽ ഗൂലുമാൽ. അതുപോലെ ഒരു ട്രാപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ട്രാപ്പിൽ പെടുത്തി റീത്തത്തിന് തന്നെ അഭിമാനിയാണ് ഈ പറയുന്ന മസ്താനി. അവളെ ട്രാപ്പിൽ സവാദപ്പെട്ടതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ സവാദാണ് ഞാൻ. ഈ വിഷയത്തിൽ ഈ മസ്താനി ഇവരെ ട്രാപ്പിൽ പെടുത്തിയതാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെയാണ് അവളുടെ ഡ്രസ് ധാരണത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതും വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് അവളുടെ ഡ്രസ് ഏതായിരുന്നു എന്നുള്ളത് അവൾ പറയുന്നില്ല. അപ്പൊ വീണ്ടും പറയുന്നു ഇത് ഒരു ട്രാപ്പ് ആയിരുന്നു. ആ ട്രാപ്പിൽ ഈ പറയുന്ന സവാദ് പെട്ടുപോയതാണ്. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു? കഴിഞ്ഞ വർഷം ചെയ്ത അതേ കാര്യം ചെയ്ത് വീണ്ടും അകത്തു പോയിരിക്കുന്നു. അന്ന് അവൻ ചെയ്ത തെണ്ടിത്തരം പുറത്തു കൊണ്ടുവന്നതിന് എന്തൊക്കെ കഥകളായിരുന്നു. സ്വന്തം സെലിബ്രിറ്റി സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ട്രാപ്പ് ആയിരുന്നു ഇത്. ഹണി ട്രാപ്പ് പോലെ ഒരു മസ്താനിയാണ് പ്രശ്നം. ഹണി ട്രാപ്പ്, കോൺസ്പിറസി തിയറികൾ. മസ്താനി ശരീരഭാഗങ്ങൾ കാണുന്ന പടങ്ങൾ ഇടുന്നു, മസ്താനി കുട്ടിനിക്കറിടുന്നു, മസ്താനി ബിക്കിനി ഇടുന്നു. ഇതൊക്കെ കാണുന്ന ആണുങ്ങൾ പ്രലോഭരാകും. അതുകൊണ്ട് അവർ കാണുന്ന പബ്ലിക് സ്ഥലങ്ങളെല്ലാം ദണ്ട് കറക്കാൻ ഇറങ്ങും എന്നൊരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരാണ് ഈ ന്യൂസ് ഹാക്കർ ഊളയൊക്കെ. മസ്താനി റീച്ച് കിട്ടാൻ വേണ്ടി ഇവനെ ട്രാപ്പിലാക്കിയത് എന്നും പറഞ്ഞുള്ള വെർബൽ അബ്യൂസും ഷെയ്മിങ്ങും വേറെ. ആ സമയത്ത് തന്നെ മറ്റുള്ള സ്ത്രീകളും ഇവനിൽ നിന്ന് ഇതേ തരത്തിലുള്ള അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ടും ഇവിടത്തെ ദണ്ട് കറക്കൽ ഫാൻസിന് ഇവൻ വിശുദ്ധനായിരുന്നു. അവനെ വെളുപ്പിക്കാൻ ഈ ന്യൂസ് ഹാക്കറിനെ പോലെയുള്ളവന്മാർ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. നാളെ സ്വന്തം വീട്ടിലൊരു സ്ത്രീയോട് ഇവൻ ഇങ്ങനെ കാണിക്കുമ്പോഴും ചിലപ്പോ ഈ കോൺസ്പിറസി തീരെയായിട്ടൊക്കെ ഇവന്മാര് വരും. സംസാരിക്കാൻ കൊള്ളാം, സ്വന്തം കുടുംബത്തിൽ പ്രാവർത്തിയാക്കാൻ ഒരാളും വരില്ല. അവന്റെ ദണ്ട് കറക്കൽ സൂപ്പർ ആയിരുന്നു എന്നും പറഞ്ഞ് ജയിലിൽ പോയി മാലയിട്ട് ആ കൈയും മണപ്പിച്ച് ഈ കൈകൾ ഞങ്ങളുടേതാണ് എന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല വേണ്ടത്. ഇവനെ പോലെയുള്ള പെർവേർട്ടിനൊക്കെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അല്ല മെൻസ് അസോസിയേഷൻ പുതിയതരം ഹാരമൊക്കെ റെഡിയാക്കിയോ? ദണ്ട് കറക്കൽ എക്സ്പേർട്സ് ഒക്കെ എപ്പോഴാണ് രംഗത്തേക്ക് എത്തുക എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.